Dear students, this is our next topic, cooperative societies. We already learned that private sector organizations are divided into two, cooperative sector and non-cooperative sector. Non-cooperative sector organizations are sole proprietorship, partnership, joint Hindu family business. Then cooperative sector is cooperative societies and joint stock companies. The first one is cooperative societies. What is cooperative societies? ആ വാക്കിന് തന്നെ നമുക്കറിയാം കോപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? പരസ്പരമുള്ള സഹായം അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുക, അഡ്ജസ്റ്റ് ചെയ്യുക അല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോപ്പറേഷൻ, സഹകരണം എന്ന് പറയുന്നത്. അപ്പൊ സഹകരണ സ്ഥാപനങ്ങളാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. Voluntary associations of persons constituted for the purpose of protecting their economic and social interest. കുറച്ച് ആളുകൾ കൂടി സ്വമേധയ, വളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയ ഉണ്ടാക്കുന്ന ഒരു അസോസിയേഷനാണ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? അവരുടേതായിട്ടുള്ള ഇക്കണോമിക് അല്ലെങ്കിൽ സോഷ്യൽ ഇൻട്രസ്റ്റ് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്, അവരുടെ ധനപരമായ കാര്യങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ നീഡ്സും എല്ലാം പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ സ്വയം ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷന് പറയുന്ന പേരാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്തിട്ടാണ് എന്ത് വർക്ക് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വർക്ക് ചെയ്യുന്നത്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്തൊക്കെയാണ്? ബേസിക് പ്രിൻസിപ്പിൾ: സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് ഓർ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. സ്വയം സഹായിക്കുക. എങ്ങനെ? മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട്, മറ്റൊരാളെ സഹായിച്ചുകൊണ്ട് സ്വയം സഹായിക്കുക. അതാണ് ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈച്ച് ഫോർ ഓൾ, എല്ലാവർക്കും വേണ്ടി ഓരോരുത്തരും, ആൻഡ് ഓൾ ഫോർ ഈച്ച്, എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടി. അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുക, സഹായിക്കുക. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്ന ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷേ ഈ രണ്ട് വേർഡിങ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ് അല്ലെങ്കിൽ ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബേസിക് പ്രിൻസിപ്പിൾസ് ആണ്. ഈ ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അതെന്താണ്? കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് എന്നുള്ളത്. ഓക്കെ, ഇനി ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ അല്ലെങ്കിൽ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന്റെ ഫീച്ചേഴ്സ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യമേ കണ്ടു വളണ്ടറി ഓർഗനൈസേഷൻ ആണ് എന്നല്ലേ, അല്ലേ? വളണ്ടറി മെമ്പർഷിപ്പ് ആണ് ഫസ്റ്റ് ഫീച്ചർ ആയിട്ട് പറയുന്നത്. എനിബഡി ക്യാൻ ബിക്കം എ മെമ്പർ ഇൻ എ കോപ്പറേറ്റീവ് സൊസൈറ്റി അറ്റ് ഹിസ് ഓൺ വിഷ് ആൻഡ് ദർ ഇസ് നോട്ട് കമ്പൽഷൻ അറ്റ് ഓൾ. എന്താ പറഞ്ഞിരിക്കുന്നത്? ആർക്ക് വേണമെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ അംഗമാവാം, സ്വന്തം ഇഷ്ടപ്രകാരം. ആരും കമ്പൽസറി ആയിട്ട് നിർബന്ധപൂർവം ഇന്ന സൊസൈറ്റിയിൽ അംഗമാകണം എന്ന് പറഞ്ഞിട്ട് ചേർക്കേണ്ട ഒന്നല്ല കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ്. സ്വയം തോന്നി എനിക്കിത് ആവശ്യമുണ്ട്, ഞാൻ ഇതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും ഗുണമാണ് മറ്റുള്ളവർക്കും ഗുണമാണ് എന്ന് കണ്ട് അതിലേക്ക് വരുന്നവരാണ് ഈ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതെന്താണ്? വോളണ്ടറി മെമ്പർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. സോ വോളണ്ടറി എന്ന് പറഞ്ഞാൽ സ്വമേധയ ആരും കമ്പൽ ചെയ്യാതെ സ്വന്തമായി തോന്നിയിട്ട് മെമ്പർഷിപ്പ് എടുത്ത് ഓർഗനൈസേഷന്റെ ഭാഗമാകുന്ന മെമ്പേഴ്സ് ആണ് അവിടെ ഉള്ളത്. രണ്ടാമത്തെ ഫീച്ചറാണ് ലീഗൽ സ്റ്റേറ്റസ്. As the registration of a cooperative society is compulsory, it gets separate legal entity and continuous existence. എന്താ പറഞ്ഞിരിക്കുന്നത്? രജിസ്ട്രേഷൻ നിർബന്ധമാണ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് അവിടെ അങ്ങനെ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ തുടങ്ങാനും ക്ലോസ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ അതിന്റെ കുറെ ഡ്രോബാക്സും നമ്മൾ കണ്ടു കഴിഞ്ഞു, അല്ലെ? അവിടെ രജിസ്റ്റർ ചെയ്യേ വേണ്ട, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ കമ്പനിയുടെ ഡെപ്റ്റ് ഒക്കെ ആരുടെയും ഡെപ്റ്റ് ആണ്? ഓണറുടെയും അല്ലെങ്കിൽ സോൾ പ്രൊപ്രൈറ്ററുടെയും ഡെപ്റ്റ് ആണ്. അതൊരു പരിധി വരെ എവിടെയും ബാധകമാണ്, പാർട്ട്ണർഷിപ്പിലും ബാധകമാണ്, അല്ലെ? അവിടെ പാർട്ട്നേഴ്സ് ഉണ്ട്, പാർട്ട്നേഴ്സ് ഡിവൈഡ് ചെയ്തെടുക്കുക എന്നുള്ള ഗുണം മാത്രമേ ഉള്ളൂ. അതും രജിസ്റ്റർ ചെയ്യണം നിർബന്ധമില്ല, രജിസ്റ്റർ ചെയ്താൽ നല്ലത് എന്ന് നമ്മളവിടെ പഠിച്ചു. കാരണം എന്താണ്? അതിന് എന്തുണ്ട്? പാർട്ട്ണർഷിപ്പ് ആക്ട് അതിന്റെ ഒരു പിൻബലുണ്ട് എന്നുള്ളത് കൊണ്ട്. അതുപോലെ തന്നെ ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആകുമ്പോഴും ഇതുപോലെ തന്നെയാണ്. എന്താണ്? കർത്തയുടെ ലയബിലിറ്റി ഒക്കെ എന്താണ്? അൺലിമിറ്റഡ് ആണ്.
അതേസമയം മറ്റ് എല്ലാ കോപാർട്ട്നേഴ്സ്, മറ്റ് മെമ്പേഴ്സിന് പറയുന്ന പേര് കോപാർട്ട്നേഴ്സ് എന്നാണ്. അവരെല്ലാം ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ് ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ. അത് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളത്. ഇവിടെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആകുമ്പോൾ അത് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെ കമ്പൽസറി ആണ്. കമ്പൽസറി എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ രജിസ്ട്രേഷൻ നടക്കുന്നതോട് കൂടിയിട്ട് ഓർഗനൈസേഷൻ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നിയമപരമായിട്ട് ഒറ്റയ്ക്കുള്ള ഒരു നിലനിൽപ്പിലേക്ക് എത്തുന്നു ഓർഗനൈസേഷൻ. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ് ഉണ്ടാവും. അതിന്റെ മെമ്പേഴ്സ് മരിച്ചതുകൊണ്ടോ ബാങ്ക്രപ്റ്റ് ആയതുകൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും എന്താവുന്നില്ല, ഈ ഓർഗനൈസേഷൻ നിന്ന് പോവില്ല. കാരണം ഓർഗനൈസേഷനും മെമ്പേഴ്സും രണ്ടായിട്ടാണ് നിൽക്കുന്നത്. അതിന് പറയുന്ന പേരാണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. നിയമപ്രകാരം വേറിട്ട എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നിലനിൽപ്പ് ആർക്കുണ്ട്, ഓർഗനൈസേഷൻ ഉണ്ട്. ഒരു മെമ്പർ മരിച്ചു എന്ന് വെച്ചിട്ട് ഓർഗനൈസേഷൻ പൂട്ടി പോകാനൊന്നും പോണില്ല. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഡ്രോബാക്സ് നമ്മൾ പറഞ്ഞത് അതായിരുന്നു അല്ലെ. അപ്പൊ ലീഗൽ സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്ട്രേഷൻ ഈസ് എ കമ്പൽസറി എലിമെന്റ്, സോ ഇറ്റ് ഗെറ്റ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ഹാവ് എ കണ്ടിന്യൂസ് എക്സിസ്റ്റൻസ്. ഓക്കെ, അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്, ലിമിറ്റഡ് ലയബിലിറ്റി. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദി ലയബിലിറ്റി ഓഫ് മെമ്പേഴ്സ് ഇസ് ലിമിറ്റഡ്. മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റഡ് ആണ്. അവരുടെ ഷെയർ എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള ലയബിലിറ്റി മാത്രമേ ആർക്ക് വരുള്ളൂ, മെമ്പേഴ്സിന് വരുള്ളൂ. അതിൽ കൂടുതൽ ഒരു ലയബിലിറ്റി എടുക്കേണ്ട ആവശ്യം ആർക്കില്ല, മെമ്പേഴ്സിന് ഇല്ല. അതാണ് ലിമിറ്റഡ് ലയബിലിറ്റി എന്ന് പറയുന്നത്. മറ്റുള്ള ഇതുവരെ കണ്ട 3 ടൈപ്പ് ഓഫ് ഫോം ഓഫ് ഓർഗനൈസേഷൻസിനും ഇല്ലാതിരുന്ന ഒന്നാണ് ഈ ലിമിറ്റഡ് ലയബിലിറ്റി. ഈവൻ ഒരു കുറെ പേരുടേത് ലിമിറ്റഡ് ആണെങ്കിൽ ഒരാളുടേതെങ്കിലും നമ്മൾ എങ്ങനെയായിരിക്കണം, അൺലിമിറ്റഡ് ആക്കിയിരിക്കണം നിർബന്ധം ഉണ്ടായിരുന്നു മറ്റു 3 ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസിനും. പക്ഷെ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലേക്ക് വരുമ്പോൾ ഇവിടെ ലയബിലിറ്റി എങ്ങനെയാണ്, ലിമിറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. Control is vested in the hands of board of directors who are elected by the members under the principles of one man one vote. എങ്ങനെയാണ് കൺട്രോൾ എന്ന് പറയുന്നത്, എങ്ങനെയാണ്, അത് വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സിന്റെ ഒരു ബോർഡ്, അവരുടെ കയ്യിലാണ് കൺട്രോൾ എന്തായിരിക്കുന്നത്, നിക്ഷിപ്തമായിരിക്കുന്നത്. അവര് എങ്ങനെയാണ് ഈ കൺട്രോൾ അവർക്ക് കിട്ടുന്നത്, മെമ്പേഴ്സ് ഇലക്ട് ചെയ്ത ആളുകളാണ് ആരായിട്ട് മാറുന്നത്, ഈ പറഞ്ഞ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് മാറുന്നത്. ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള നിലയ്ക്ക്. ഇപ്പൊ അടുത്തൊരു ഇലക്ഷൻ കഴിഞ്ഞു അല്ലെ. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്, നമുക്ക് ഭരണം നടത്തണം, നമ്മുടെ നാടിന്റെ ഭരണം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകണമെങ്കിൽ എല്ലാവരും കൂടി ഈ ഇവിടെയുള്ള എത്ര കോടി ജനങ്ങളുണ്ടോ അത്ര കോടി ആളുകൾക്കും കൂടി ഒരുമിച്ച് ഭരിക്കാൻ പറ്റുമോ, പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ ഭരിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആളുകളെ നമ്മുടെ ഇടയിൽ നിന്ന് സെലക്ട് ചെയ്ത് വിടുന്നു. എങ്ങനെയാണ് അവരെ സെലക്ട് ചെയ്യുന്നത്, നല്ല നേതൃപാഠമുള്ള, അതുപോലെ മുൻ പരിചയമുള്ള, ഓൾമോസ്റ്റ് നമുക്ക് നല്ലത് ചെയ്യുമെന്ന് നമുക്ക് ഉറപ്പുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട് ചെയ്യുന്നത് അല്ലെ. അതെങ്ങനെ ഇലക്ട് ചെയ്യുന്നു, പ്രായപൂർത്തിയായ എല്ലാവർക്കും ഒരു വോട്ട് വീതമുണ്ട്. 2-3 വോട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള നിലയ്ക്ക് വോട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവര് വോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ച് ആളുകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ജയിപ്പിച്ച് ഇവിടെ നിന്ന് വിടുന്നു. ഇനി ഈ ജയിപ്പിച്ചു വിട്ടവരെല്ലാവരും കൂടിയാണ് ഭരണം നടത്തുന്നത്, അതുമല്ല അല്ലെ. അവരിൽ നിന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്യുന്നു. ഈ ജയിപ്പിച്ചു വിട്ടവരൊക്കെ നമ്മൾ പറയുന്ന പേര് MLA എന്നാണ്. ഈ MLA മാരിൽ നിന്ന് കുറച്ച് പേരെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ആ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മളല്ല സെലക്ട് ചെയ്യുന്നത്, പിന്നെ ആരെ സെലക്ട് ചെയ്യുന്നത്, ഈ പറഞ്ഞ MLA മാരാണ്. അവരിടയിൽ റീകൺസിലേഷൻ ടോക്ക് ഒക്കെ നടത്തിയിട്ട് അവരതിൽ നിന്നും ബെറ്റർ ആയിട്ടുള്ള ആളുകളെ, ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരാളെ തലപ്പത്ത് നിർത്തുക, ആണ് നമ്മൾ പറയുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അല്ലെ. അതിന് താഴെ ഒരുപാട് മന്ത്രിമാര്, പല പല വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് മന്ത്രിമാരെ അതിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അവരാണ് ഭരിക്കുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ആരാണ്, ഈ MLA മാരാണ് അല്ലെ. അതേപോലെ തന്നെയാണ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിലും. സ്വമേധയാ എനിക്ക് തോന്നി ഇന്ന സെക്ടറിന്റെ ഭാഗമാവണം തോന്നി, ഞാൻ പോയി അതിലൊരു മെമ്പർഷിപ്പ് എടുത്തു. അപ്പൊ എന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. ദെൻ ഞാൻ മെമ്പർഷിപ്പ് എടുത്തു, അതുപോലെ ഒരു 500 ആള് മെമ്പർഷിപ്പ് എടുത്തു വിചാരിക്കും. 500 ആളും കൂടി ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ കൊണ്ടുപോലത്തെ അവസ്ഥ എന്തായിരിക്കും. അപ്പൊ ഈ 500 ആൾക്ക് ഓരോരുത്തർക്കും ഓരോ വോട്ട് വീതം വെച്ച് മൊത്തം 500 വോട്ട് ഇട്ടിട്ട് എത്ര ആളുകളെ നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ വേണം തീരുമാനിച്ചു. ഒരു 10 ആള് കൂടി തീരുമാനിച്ചാൽ മതി കാര്യങ്ങൾ. ആ 10 ആള് നിർത്തി അവരിൽ ആർക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആരെയാണ് നമുക്ക് താല്പര്യച്ചാൽ അവർ സെലക്ട് ചെയ്യുന്നു. ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യപ്പെടുന്ന ആളുകൾ എവിടേക്ക് എത്തുന്നു, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അംഗങ്ങളായി മാറുകയാണ് ചെയ്യുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്,
കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന്റെ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ഫീച്ചർ നോക്കാം. സർവീസ് മോട്ടീവ്. ദി മെയിൻ ഒബ്ജക്റ്റീവ് ഈസ് ടു റെൻഡർ സർവീസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് റദർ ദാൻ പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല ഇവിടെ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന്റെ മെയിൻ മോട്ടോ അല്ലെങ്കിൽ നിലനിൽപ്പ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? സർവീസ് 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 ആണ്. മറ്റുള്ളവർക്ക് അവർ എന്ത് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്? സർവീസ് കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അതായത് അതിന്റെ മെമ്പേഴ്സിന് സർവീസ് കൊടുക്കുക. അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടിയാൽ നല്ലത്. പക്ഷെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയല്ല അവരെന്ത് ചെയ്യുന്നത്? കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് തുറന്നു വെച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കി 3 സെക്ടറും നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് മെയിൻ ആയിട്ടുള്ള എലിമെന്റ് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലെ? എന്നാൽ ഇവിടെ അതിനൊരു വ്യത്യാസം വരികയാണ്. പ്രോഫിറ്റ് അല്ല, അതിനേക്കാൾ കൂടുതലായിട്ട് എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? സർവീസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ഇനി അപ്പം നമുക്ക് ഇതിന്റെ ഫോർമേഷനെ പറ്റി നോക്കാം. ഫോർമേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. എങ്ങനെയാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കുന്നത്? As per Kerala Cooperative Societies Act 1969, there should be at least 10 members who are born together by a common bond belonging to the same locality, class, occupation, or having a common economic need. എന്താണ് പറയുന്നത്? കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 അതനുസരിച്ചിട്ടാണ് നമ്മൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം തന്നെ ഫോം ചെയ്യുന്നത്. അവിടെ എന്ത് വേണമെന്ന് പറയുന്നത്? അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ്, 10 ആളുകളെങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. ഇവരെല്ലാം കണക്റ്റഡ് ആയിരിക്കണം. എങ്ങനെയാണ് കണക്റ്റഡ് ആവുന്നത്? ഇവർക്കൊരു കോമൺ ആയിട്ടുള്ള ഒരു കണക്ഷൻ ലിങ്ക് ഉണ്ടായിരിക്കണം. ഒന്നുകിൽ ഒരേ ലൊക്കാലിറ്റിയിലുള്ള ആളുകളായിരിക്കണം, ഒരേ ക്ലാസ്സിലുള്ള ആളുകളായിരിക്കണം, ഒരേ ജോലി ചെയ്യുന്നവരായിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോമൺ ഇക്കണോമിക് നീഡ് ഉണ്ടാവണം. നിങ്ങൾ പലതരം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ എൻ്റെ വീടൊക്കെ ഒരു ഗ്രാമത്തിലാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പാൽ സൊസൈറ്റി കാണാറുണ്ട്. അപ്പോൾ എന്തുണ്ടാവുക വെച്ചാൽ എൻ്റെ വീടിൻ്റെ സൈഡിലൊക്കെ ഉള്ള 2-3 ഫാമിലീസിലൊക്കെ പശു ഉണ്ട്. പശുവാണ് അവരെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ പശുവിനെ കറന്നിട്ട് പാല് പുലർച്ചെ ഒരു 5 മണിക്കുള്ള മറ്റോ സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കണം എന്ന് തോന്നുന്നു. ഈ സൊസൈറ്റിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ എത്ര പാലാണോ അളന്നിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് അവർക്ക് പൈസ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പാല് കൊടുക്കുന്നവരൊക്കെ അവിടുത്തെ മെമ്പേഴ്സ് ആണ് കേട്ടോ. മെമ്പർഷിപ്പ് ഉള്ളവർക്കാണ് അവിടെ അത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് മിൽമേൽക്കാൻ തോന്നുന്നു കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബോണ്ട് ഉണ്ട്. എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഈ ഒരേപോലത്തെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ അവിടെ എന്തായാലും പഴം വിൽക്കണ ആൾ അത് കൊണ്ടുവന്ന് കൊടുക്കില്ല. പാല് മാത്രമാണ് കൊണ്ടുവന്ന് കൊടുക്കുക. പാല് പല ഇതുണ്ടാവും, പശുവോ ആടൊന്നും ഇപ്പൊ സൊസൈറ്റിയിലൊന്നും കൊണ്ടുപോയി കൊടുക്കില്ല. ഭയങ്കര വിലയുള്ള ഒരു സാധനമാണ് ആട്ടുംപാൽ എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പണ്ട് തൊട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണത്. പാല് കുടിച്ചാലാണ് കുട്ടികൾ നന്നായി വലുതാവുള്ളൂ എന്നുള്ളത്. നിങ്ങൾ ഇങ്ങനെ ലൈഫ് ലോങ് പാല് കുടിക്കുന്ന ആളുകളെ വേറെ ഏതെങ്കിലും ഒരു മൃഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുഞ്ഞു മക്കളാവുമ്പോൾ അമ്മയുടെ പാല് കുടിക്കും. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ഒരു ആവശ്യം, പാലിന്റെ ആവശ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കുള്ള ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ എല്ലാ പശുവാണെങ്കിലും അത് അതിന്റെ കുഞ്ഞിനെ ഒഴിവാക്കി വിടും. എന്ത് സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. പട്ടി, പൂച്ച, എന്തും നിങ്ങൾ നോക്കിക്കോളൂ. സസ്തനികളായിട്ടുള്ള എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ് ചെയ്യാം. മനുഷ്യൻ മാത്രം അങ്ങനെയല്ല. മനുഷ്യരെ എന്ത് ചെയ്യും? മക്കൾക്ക് ഭക്ഷണം കഴിക്കണവരെ അമ്മയുടെ പാലുണ്ടാവും. അത് കഴിഞ്ഞ് നല്ലോണം ചോറൊക്കെ ഉണ്ടു തുടങ്ങി നല്ല ഭക്ഷണം എല്ലാം കഴിച്ചു തുടങ്ങുമ്പോൾ പശുവും പാല് വാങ്ങിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ആട്ടും പാല് വാങ്ങിച്ചു കൊടുക്കും. അത് നമ്മുടെ ഒരു കാൺസെപ്റ്റാണ്. അത് കൊടുക്കണം കുട്ടികൾക്ക്, എന്നാലേ കുട്ടികൾ വലുതാവുള്ളൂ എന്ന്. സാധാരണ എല്ലാ പാലിലും അതിന്റെ കുഞ്ഞുങ്ങൾക്ക് വലുതാവാനുള്ള എൻസൈംസും കാര്യങ്ങളുമാണ് ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ പശുവിന്റെ കുട്ടിക്ക് ആവശ്യമുള്ള എൻസൈംസ് ഉള്ള പാലാണ് മനുഷ്യൻ വാങ്ങി കുടിക്കുന്നത്. അതിൻ്റെതായ ദോഷങ്ങളാണ് പലപ്പോഴും ജനറേഷൻ ബൈ ജനറേഷൻ നമുക്ക് കണ്ടുവരുന്നത്, അസുഖങ്ങളും മറ്റുമായിട്ട്. പക്ഷെ ഇപ്പോഴും ആളുകൾ തയ്യാറല്ല ആ ഒരു ശീലം ഉപേക്ഷിക്കാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നം. മലയാളികൾക്കാന്ന് തോന്നുന്നു കൂടുതൽ ഈ ഒരു ശീലമുള്ളത്. ഒഴിവാക്കാൻ പറ്റാതെ പാല് എന്തായാലും നിർബന്ധമായിട്ട് കൊണ്ടു നടക്കുന്നത്. 10-60 വയസ്സായാലും കുടിക്കും. അത് നിർബന്ധമാണ്. അതെന്തോ ഭയങ്കര പോഷക സമൃദ്ധമായ ഒരു സാധനമാണ്. ആവശ്യമാണ് പോഷക സമൃദ്ധ. പക്ഷെ നമുക്ക് വേറെ രീതിയിൽ പോഷകം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഈ പാവമൃഗങ്ങളെ ഉപദ്രവിക്കുന്നത്? അതിന്റെ ആവശ്യമില്ല. പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആക്ച്വലി അങ്ങനെ എന്തെങ്കിലും ഒരു ഇതായിട്ടുള്ള ഇപ്പൊ ഒരു കർഷകര് മറ്റേ നെല്ല് കൊയ്യണ ആളുകളുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ കൂടിയിട്ട് ഒരു സൊസൈറ്റി രൂപീകരിച്ചു. അവരെന്ത് ചെയ്യുന്നു? ഈ നെല്ല് ഇപ്പൊ ഒരുപാട് അങ്ങനെ എടുത്തു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആളുകൾ നെല്ലായിട്ട് വാങ്ങിച്ചു കൊണ്ടുപോലൊക്കെ വളരെ കുറവാണ് അല്ലെ? അപ്പൊ നമുക്കറിയാം നമ്മൾ അരി വാങ്ങിക്കണത് പുറത്തുനിന്നാണ്. അപ്പൊ ഇവിടെ നിന്നുള്ള നെല്ലൊക്കെ അങ്ങോട്ട് കൊടുത്തയച്ചു കഴിഞ്ഞാല് അവരത് വെടുപ്പാക്കി അരിയാക്കിയിട്ട് അതിലാവശ്യത്തിലധികം എന്താ പറയാ ചായയും സാധനങ്ങളൊക്കെ പരത്തി പല പല വിഭാഗങ്ങളാക്കി തരംതിരിച്ച് ഇങ്ങോട്ട് തന്നെ പാക്കറ്റിലാക്കി തന്നേക്കും.
അപ്പം നമ്മളത് കടയിൽ പോയിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കുന്നതാണ് ചെയ്യണത്. അപ്പം ഈ സാധനം ഒരുമിച്ച് വാങ്ങിക്കാനായിട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടായിരിക്കണം, അവർക്ക് ഒരു കോമൺ ഗോൾ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് അറ്റ്ലീസ്റ്റ് 10 ആളുകളെങ്കിലും ചേർന്ന് രൂപീകരിക്കുന്ന ഈ കോപ്പറേറ്റീവ് സൊസൈറ്റി ആക്ട് പ്രകാരം രൂപീകരിക്കുന്നതാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, these members are called promoters. They should present a joint application to the registrar of cooperative societies. ഈ മെമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? പ്രൊമോട്ടേഴ്സ്. ഈ പ്രൊമോട്ടേഴ്സ് ഒരുമിച്ച് ചേർന്ന് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം, കമ്പൽസറി ആണെന്ന്. അപ്പൊ രജിസ്ട്രാർക്ക് ഒരു ജോയിന്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കും, ഇങ്ങനെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. ദിസ് ആപ്ലിക്കേഷൻ ഷുഡ് കണ്ടെയ്ൻ ദി ഫോളോയിങ്. എന്തൊക്കെയാണ് ഉള്ളത്? നമ്മൾ നേരത്തെ ഒക്കെ പഠിച്ച സാധനങ്ങളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. എന്തൊക്കെയാണുള്ളത്? പ്രപ്പോസ്ഡ് നെയിം ഓഫ് ദി സൊസൈറ്റി, സൊസൈറ്റിയുടെ പേര്, ഒരു പേര് കണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ അത്. എയിം ആൻഡ് ഒബ്ജക്റ്റീവ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇത് തുടങ്ങുന്നത്, എന്താണ് അവരുടെ അൾട്ടിമേറ്റ് എയിം, ലക്ഷ്യം എന്താണ് എന്നുള്ളത് പറഞ്ഞിരിക്കണം. ഏരിയ ഓഫ് ഓപ്പറേഷൻ, ഏതൊക്കെ സ്ഥലത്താണ് അല്ലെങ്കിൽ എവിടെയാണ് ഇത് ആരംഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഏരിയ. നേച്ചർ ഓഫ് മെമ്പേഴ്സ് ലയബിലിറ്റി, മെമ്പേഴ്സിന്റെ ലയബിലിറ്റി അൺലിമിറ്റഡ് തന്നെയല്ലേ എന്നുള്ള കാര്യം കൃത്യമായിട്ട് ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കണം. പർട്ടിക്കുലേഴ്സ് ഓഫ് ഷെയർ ക്യാപിറ്റൽ ടു ബി റേസ്ഡ്, ഇനി ഷെയർ ഇറക്കി അവർ പൈസ, അതായത് ക്യാപിറ്റൽ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഷെയർ ക്യാപിറ്റൽ എത്ര വരെ ഉണ്ട്, എങ്ങനെയാണ്, ഏത് ടൈപ്പ് ഷെയർ ആണ് ഇറക്കുന്നത്, ഇതെല്ലാം കൃത്യമായിട്ട് അവിടെ പറഞ്ഞിരിക്കണം. കോപ്പി ഓഫ് ബൈലോ ഓഫ് ദി സൊസൈറ്റി. ബൈലോ എന്ന് പറഞ്ഞാൽ എന്താ? നിയമാവലി അല്ലെ? ഒരു സൊസൈറ്റി വർക്ക് ചെയ്യുമ്പോൾ ഓരോ സൊസൈറ്റിക്കും അതിന്റെ സ്വഭാവത്തിനനുസരിച്ച് ഓരോ നിയമാവലികളാണ് ഉണ്ടാവുക. ഓരോ വീടിനും ഉണ്ടാവും ബൈലോ എന്ന് പറയുന്നത് അല്ലെ? പല വീടുകളിൽ പല തരത്തിലായിരിക്കും. ഇപ്പൊ ചില വീട്ടില് കുട്ടികൾ ഇപ്പൊ ഒരു 10-15 വയസ്സൊക്കെ കഴിഞ്ഞ ആൺകുട്ടികൾ ഏത് നേരത്ത് വന്നു കയറിയാലും പാരന്റ്സ് ഒന്നും പറയാത്ത വീടുകളുണ്ട്. കുട്ടികളെ പേടിയാന്നുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്നുണ്ടാവും. അതേസമയം 6 മണിക്ക് ശേഷം പുറത്തു പോകാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന വീടുകളുണ്ടാവും. ഇത്ര നേരം തൊട്ട് ഇത്ര നേരം വരെ പഠിക്കണം, ഇന്ന സമയത്ത് ഭക്ഷണം കഴിക്കണം എന്നൊക്കെ സ്ട്രിക്റ്റ് ആവുന്ന വീടുകൾ ഉണ്ടാവില്ലേ? അതേപോലെ സൊസൈറ്റീസിന് എന്തുണ്ട്? പഠിക്കാനല്ല കേട്ടോ പറയണത്, മറിച്ച് എന്താണ്, അവര് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് എന്നൊക്കെ ഉൾപ്പെടുത്തി, ഓരോ മെമ്പേഴ്സ് എങ്ങനെയാണ് പെരുമാറേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബൈലോ അവർക്ക് ഉണ്ടാവും. അതിന്റെ ഒരു കോപ്പി എവിടെ കൊടുത്തിരിക്കണം? ഈ രജിസ്ട്രാർക്ക് കൊടുത്തിരിക്കണം. അപ്ലിക്കേഷൻ പ്രൊമോട്ടേഴ്സ് എല്ലാവരും സൈൻ ചെയ്തത്, അതിന്റെ കൂടെ ഈ വക സാധനങ്ങളൊക്കെ അപ്ലിക്കേഷനിൽ ഉൾപ്പെടുത്തിയിട്ട് അത് ആർക്ക് കൊടുക്കണം? രജിസ്ട്രാർക്ക് കൊടുക്കണം. ഇതാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. After scrutiny, the registrar issue a certificate of registration and thereafter the society can admit new members. അവസാനം അത് സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഇതിന്റെ വിവരങ്ങളൊക്കെ കൃത്യമായി നോക്കിയ ശേഷം രജിസ്ട്രാർ ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ഇഷ്യൂ ചെയ്യും. അതിനുശേഷം സൊസൈറ്റിക്ക് പുതിയ മെമ്പേഴ്സിനെ ആഡ് ചെയ്യാം, അതുപോലെ എന്ത് ചെയ്യാം, സൊസൈറ്റി വർക്കിംഗ് ആക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഒരു 10 മെമ്പേഴ്സ് എങ്കിലും വേണം. ആ മെമ്പേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് പ്രൊമോട്ടർ. ഈ പ്രൊമോട്ടേഴ്സ് എല്ലാവരും കൂടെ ഒപ്പിട്ടിട്ടുള്ള, അത് കൂടാതെ അതിൽ കുറെ ഓർഗനൈസേഷന്റെ പേരും അതേപോലെ അതിന്റെ എയിമും ഒബ്ജക്റ്റീവ്സും പിന്നെന്താണ് ബൈലോയിന്റെ കോപ്പിയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരെണ്ണം ഒരു ആപ്ലിക്കേഷൻ ആണ് രജിസ്ട്രാർക്ക് കൊടുക്കേണ്ടത്. രജിസ്ട്രാർ അതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള പേര് എന്ന് പറയുന്നത് മറ്റൊരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ഇതുപോലെ എടുത്തിട്ടുണ്ടായിരിക്കാം, അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് സെയിം നെയിം നമുക്ക് തരാൻ പറ്റില്ല, അപ്പൊ അത് മാറ്റാൻ ആവശ്യപ്പെടുക. അങ്ങനെയൊക്കെ ചെയ്ത് അവസാനം എല്ലാം പെർഫെക്റ്റ് ആയി കഴിയുകയാണെങ്കിൽ നമുക്ക് ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യും. ആ സർട്ടിഫിക്കറ്റ് എന്താണ്? സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ. അതിനുശേഷം നമുക്ക് പുതിയ മെമ്പേഴ്സിനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഓർഗനൈസേഷൻ ഗോയിങ് ഓൺ ആക്കുകയും ചെയ്യാം. ഇത്രയുമാണ് ഇതിന്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി എന്തൊക്കെയാണ് മെറിറ്റ്സ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ മെറിറ്റ്സ് അല്ലെങ്കിൽ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ മെറിറ്റ് എന്താണ്? ഈക്വൽ വോട്ടിംഗ് റൈറ്റ്. ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണുള്ളത്. ഓരോ മെമ്പർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണുള്ളത്. അവർ എത്ര ക്യാപിറ്റൽ കൊണ്ടുവന്നു, അല്ലെങ്കിൽ അവർ എത്രത്തോളം ഓർഗനൈസേഷനിൽ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. ഈച്ച് മെമ്പർ ഹാവിംഗ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ്. Each member is having equal voting rights irrespective of their capital contribution, as it follows the principle of one man, one vote. അത് കുറച്ച് ബോൾഡായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. 1 man 1 vote. എപ്പോഴും ശ്രദ്ധിക്കണം, ഒരാൾക്ക് ഒരു വോട്ട് എന്നുള്ള ലെവലില്
നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഓർഗനൈസേഷൻ സെക്ടറാണ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഈക്വൽ വോട്ടിംഗ് റൈറ്റ് ആണ് ഉള്ളത്. അടുത്ത മെറിറ്റ് എന്താണ്? ലിമിറ്റഡ് ലയബിലിറ്റി അല്ലെ? നമ്മൾ മുന്നേയൊക്കെ കണ്ടതിലൊക്കെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിരുന്നു അൺലിമിറ്റഡ് ലയബിലിറ്റി. അപ്പൊ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇവിടെ ലിമിറ്റഡ് ആണ്. അത് എത്രത്തോളം ഉള്ളൂ? അത് എക്സ്റ്റെൻഡഡ് ടു ദി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എത്രയാണോ അത്ര വരയ്ക്ക് മാത്രമാണ് അവർക്ക് ലയബിലിറ്റി ഉള്ളൂ. ആ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ലയബിലിറ്റി ഒന്നും ഓരോ മെമ്പേഴ്സും ബെയർ ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടീനെ ഒന്നും ഇഫക്റ്റ് ചെയ്യില്ല. ബാക്കിയുള്ളതൊക്കെ എങ്ങനെ തീർക്കണം? ഓർഗനൈസേഷന്റെ പ്രോപ്പർട്ടീസ് വിറ്റിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടും തീർക്കണം. കാരണം എന്താണ്? ഓർഗനൈസേഷൻ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അല്ലേ? നമ്മൾ പറഞ്ഞു എന്താണ്? രജിസ്ട്രേഷൻ ഇസ് എ കമ്പൽസറി എലിമെന്റ് ഫോർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓർഗനൈസേഷൻ ഹാവ് എ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതുകൊണ്ട് തന്നെ ഈ ലയബിലിറ്റി എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് എഫക്ട് ദി പേഴ്സണൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി മെമ്പേഴ്സ്. എത്രയാണ് അവരുടെ ലയബിലിറ്റി എന്ന് പറയുന്നത്? ഇറ്റ് മേ ബി ലിമിറ്റഡ് ടു ദി എക്സ്റ്റെൻഡ് ഓഫ് ദിയർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ദെൻ അടുത്ത മെറിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്റ്റേബിൾ എക്സിസ്റ്റൻസ്. The existence of a society is not affected by the death, insanity, insolvency, etc. of members. ഇതിന്റെ കാരണം എന്താണ്? It have a separate legal entity, so it will not affected by the death, insanity, insolvency, bankruptcy, etc. of its members. അല്ലെ? നമ്മൾ മുന്നേ പഠിച്ച ഫോം ഓഫ് ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആയിരുന്നു ഇത്, ലാക്ക് ഓഫ് കണ്ടിന്യൂറ്റി അല്ലെ? കാരണം എന്താ? മെമ്പേഴ്സ് മരിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് മരിച്ചു കഴിഞ്ഞാല് അപ്പൊ ജോയിൻ ദ ഫാമിലി ബിസിനസ്സിന് മാത്രമാണ് അത് വലിയ കാര്യമായിട്ട് ഇഫക്റ്റ് ചെയ്യാതിരുന്നിട്ടുള്ളൂ. ഭർത്ത മരിച്ചു കഴിഞ്ഞാൽ വേറെ ആൾ ആ ഭാഗത്തേക്ക് വരും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അതല്ലാതെ രണ്ട് സെക്ടേഴ്സിലും നമ്മൾ കണ്ടു, ആളുകൾ മരിക്കുകയെ ഇൻസോൾവെന്റ് ആവേ ബാങ്ക്രപ്റ്റഡ് ആവേ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം ഓർഗനൈസേഷന്റെ നിലനിൽപ്പിനെ ബാധിക്കും. എന്നാൽ ഇൻ കോപ്പറേറ്റീവ് സൊസൈറ്റി ദേ ഹാവ് എ സ്റ്റേബിൾ എക്സിസ്റ്റൻസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അതായത് എന്താണ്? ഡെത്ത്, insanity, insolvency, etc. will not affect the working of an organization. Okay. Next one, economy in operations. അതായത് എപ്പോഴും ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോം ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ പ്രൊവൈഡിങ് സർവീസ്. സർവീസ് മോട്ടീവ് ആണ്, നോട്ട് ഫോർ ഏർണിംഗ് എ ഹ്യൂജ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് വളരെ അധികം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ദേ ആർ മെയിൻലി ഡിപ്പെൻഡഡ് ഓൺ സർവീസ്. സർവീസ് ടു ദി സൊസൈറ്റി, സർവീസ് ടു ദി മെമ്പേഴ്സ്, സർവീസ് ടു ദി പീപ്പിൾ. എങ്ങനെയാണ് അവരത് കൊണ്ട് നടക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ദേ ക്യാൻ റെഡ്യൂസ് ദെയർ കോസ്റ്റ്. കാരണം എന്താണ്? അവർക്ക് ആ കോസ്റ്റ് റെഡ്യൂസ് ചെയ്ത് ഒരു പരിധി വരെ ഇടയിലുള്ള ആ മിഡിൽ മാനെയൊക്കെ ഒഴിവാക്കി നേരിട്ട് മെമ്പേഴ്സായിട്ട് ഡീലിംഗ് നടത്തുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. മാത്രമല്ല അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാണ്? സർവീസിനാണ്. ആ ഒരു എയിമിലേക്ക് എത്താനായിട്ടും സാധിക്കും. To eliminate middlemen, the members offer honorary service to the society, which will in turn reduces cost of operation. എന്താണ് പറയുന്നത്? ഈ ഓർഗനൈസേഷന്റെ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. എപ്പോഴാണ് ഒരു സാധനത്തിന്റെ കോസ്റ്റ് കൂടുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ? നമ്മൾക്കൊക്കെ പലപ്പോഴും അറിയാം, ഹോൾസെയിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ വില കുറവിൽ കിട്ടും. എന്തുകൊണ്ടാണ് അവിടെ വില കുറയുന്നത്? ഹോൾസെയിൽ ഷോപ്പിൽ നിന്ന് റീറ്റെയിലറുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും ഒരു ഏജന്റ് കൂടി അതിന്റെ ഇടയിൽ വന്ന് നിൽക്കും അല്ലെ? ഹോൾസെയിലറുടെ കയ്യിൽ നിന്ന് ഈ സാധനങ്ങൾ വാങ്ങിച്ച് റീറ്റെയിലറിലേക്ക് എത്തിക്കുന്ന ഒരു ഏജന്റ്. അപ്പൊ എന്തുണ്ടാവും അവിടെ? ആ ഏജന്റിന്റെ ഒരു കമ്മീഷൻ കൂടി ആ കോസ്റ്റിന്റെ കൂട്ടത്തിൽ ആഡ് ആയി പോകും. പിന്നെ ആരുടെ പ്രോഫിറ്റും കൂടി വരും? റീറ്റെയിലറുടെ പ്രോഫിറ്റും കൂടി അതിൽ ആഡ് ആവും. അപ്പൊ ഇത് രണ്ടും വരുമ്പോൾ പ്രോഡക്റ്റിന് എന്തുണ്ടാവും? സ്വാഭാവികമായിട്ടും വില കൂടും. അപ്പൊ എങ്ങനെയാണ് നമുക്ക് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുക? നമുക്ക് എന്ത് ചെയ്യാണ് നല്ലത്? ഈ മിഡിൽ മാനെ വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോസ്റ്റ് മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് ഇവിടെ ഇത് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നു? അവരുടേതായ സർവീസ് സൊസൈറ്റിക്ക് ഓഫർ ചെയ്യാണ് ചെയ്യുന്നത്. സ്വമേധയാ ഒരു സർവീസ് ഓഫർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? മിഡിൽ മാൻ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എന്തിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും? റിഡക്ഷൻ ഓഫ് കോസ്റ്റിലേക്ക് ലീഡ് ചെയ്യിപ്പിക്കും. ആണ് ഇക്കണോമിക്കലാണ് അവരുടെ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. Then fifth one, support from government. As it is democratic organization, government provides various supports such as low taxes, subsidies, grants, low interest rates for loans, etc. ഇവിടെ ഗവൺമെന്റ് എന്ന് പറയുന്നത് അത് വലിയൊരു സപ്പോർട്ടാണ് ആർക്ക്? ഈ പറഞ്ഞ കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസിന്.
അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് ലീനിയൻസ് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്ക് കിട്ടുന്നുണ്ട്. ടാക്സ് റേറ്റ് മറ്റുള്ളവരെ അപേക്ഷിച്ച് അവർക്ക് കുറവാണ്. അത് മാത്രമല്ല ഗവൺമെന്റ് സബ്സിഡികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗ്രാന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, വളരെ ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കൂടി ആകുമ്പോൾ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഈ പറഞ്ഞ പോലെ കോസ്റ്റ് കുറയ്ക്കാനും പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ സാധിക്കും, വളരെ ചുരുങ്ങിയ രീതിയിൽ തന്നെ ബെറ്റർ സർവീസ് സൊസൈറ്റിക്ക് പ്രൊവൈഡ് ചെയ്യാനും കൂടി സാധിക്കും. അപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും വലിയൊരു സപ്പോർട്ട് ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു മെറിറ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്. ലാസ്റ്റ് വൺ എന്താണ്, ഈസി ഫോർമേഷൻ. നോ കോംപ്ലക്സ് ലീഗൽ ഫോർമാലിറ്റീസ് ആർ റിക്വയർഡ് ടു ഫോം എ കോപ്പറേറ്റീവ് സൊസൈറ്റി. കോംപ്ലക്സ് ഫോർമാലിറ്റി ഇല്ല എന്ന് പറഞ്ഞാലും രജിസ്ട്രേഷൻ ഈസ് കമ്പൽസറി. പക്ഷേ ആ രജിസ്ട്രേഷൻ തന്നെ വളരെ വലിയൊരു പ്രൊസീജിയർ ഒന്നും ഇല്ല വെൻ ഇറ്റ് കമ്പയർഡ് ടു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി. കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വലിയൊരു ഫോർമാലിറ്റി ഒന്നും അതിനില്ല. അതിന്റെ മെമ്പേഴ്സ് ഒരു അപ്ലിക്കേഷൻ കൊടുത്ത് അപ്ലിക്കേഷൻ എല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ അവിടെ അവർ എന്ത് ചെയ്യുന്നു, ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അതോടുകൂടി ഓർഗനൈസേഷൻ ഗോയിങ് ഓൺ ആവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പെട്ടെന്ന് ഇതാക്കാം, ഒരുപാട് വലിയ കോംപ്ലക്സ് ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു മെറിറ്റ് ആയിട്ട് പറയുന്നത്. ഈ 6 മെറിറ്റ്സ് ആണ് നമുക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ലിമിറ്റേഷൻസ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനും ഉണ്ടാവൂല്ലേ കുറച്ചൊക്കെ ലിമിറ്റേഷൻസ്. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. എന്താണ്? ലിമിറ്റഡ് റിസോഴ്സസ്, ലോ റേറ്റ് ഓഫ് ഡിവിഡൻഡ് ആൻഡ് വൺ മാൻ വൺ വോട്ട് പ്രിൻസിപ്പൽ റിവേർട്ട് ദി മെമ്പേഴ്സ് ടു ഇൻവെസ്റ്റ് മോർ ക്യാപിറ്റൽ. ഡിവിഡൻഡ് എന്ന് പറയുന്നത് അതായത് റിട്ടേൺ, നമ്മൾ ഇടുന്ന പൈസയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റലിന് വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു ഡിവിഡൻഡ് റേറ്റിലുള്ള ഒരു ഡിവിഡൻഡ് മാത്രമാണ് ആർക്ക് ഓഫർ ചെയ്യാൻ പറ്റുള്ളൂ, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം എന്താ, അവരുടെ മെയിൻ എയിം എന്ന് പറയുന്നത് സർവീസ് ആണ് അല്ലെ. അവരൊരിക്കലും എന്ത് ചെയ്യുന്നില്ല, മോർ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിലല്ലേ കൂടുതൽ ഡിവിഡൻഡ് അല്ലെങ്കിൽ റിട്ടേൺ കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ലോ റേറ്റ് ആയിരിക്കും അവരുടെ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. മാത്രമല്ല ഒരാൾക്ക് ഒരു വോട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഈ ആളുകള് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് മടി കാണിച്ചു വരും കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ. മറ്റിപ്പോ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണതാണ് കുറച്ചും കൂടി നല്ലത് എന്ന് ഒരു പക്ഷേ ആളുകൾക്ക് തോന്നിപ്പോവാം. അപ്പൊ അവർക്ക് ക്യാപിറ്റൽ ഫോം ചെയ്യാൻ ചിലപ്പോൾ ചില സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് വരാറുണ്ട്. അതാണ് ഒന്നാമത്തെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്ത ലിമിറ്റേഷൻ എന്താണ്? ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ്. ഓഫീസ് ബെയറേഴ്സ് ആർ ഇലക്റ്റഡ് ഫ്രം മെമ്പേഴ്സ് ആൻഡ് ദേ മേ നോട്ട് ബി കോമ്പീറ്റന്റ്. എന്താണ് ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് അവർ ഇലക്ട് ചെയ്തിട്ട് എന്താക്കിയിട്ട് മാറ്റുന്നത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് മാറ്റുന്നത്. അവർക്ക് എത്രത്തോളം കഴിവുണ്ട് എന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടൊന്നും അല്ല ചെയ്യുന്നത്. എന്താണ്, വലിയ കുഴപ്പമില്ലാത്ത ആളുകളെന്ന് തോന്നുന്നവരെ നമ്മൾ ഇലക്ട് ചെയ്തിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. സപ്പോസ് they have no proper management skill, it may be leads to a very big failure അല്ലേ. സപ്പോസ് അവർക്ക് നല്ലൊരു മാനേജ്മെന്റ് സ്കിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ മോശപ്പെട്ട ഒരു അനുഭവത്തിലേക്കായിരിക്കും നയിക്കുന്നുണ്ടാവുക. അതാണ് ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. Lack of business secrecy. The general body openly discuss all facts and figures of the society without any secrecy. ജനറൽ ബോഡി അതായത് അവര് മീറ്റിങ്ങുകൾ കൂടുമ്പോൾ, ജനറൽ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മെമ്പേഴ്സിനും വെച്ചിട്ടുള്ള മീറ്റിങ്ങുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും കൂടിയിരിക്കണം നിർബന്ധമുണ്ട്. അങ്ങനെയുള്ള മീറ്റിങ്ങുകളിൽ, അതുപോലെ ഡയറക്ടർ ബോർഡിന്റെ മീറ്റിംഗ് ആണെങ്കിൽ പോലും അവരെല്ലാ കാര്യങ്ങളും സൊസൈറ്റി ആയിട്ട് സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നു, അവിടെ ഉറക്കെ സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും തീരുമാനങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ എന്തുണ്ടാവില്ല, സീക്രസി ഉണ്ടാവില്ല അല്ലെ. 10 ആള് കേട്ട് കഴിഞ്ഞാൽ അത് 100 ആളിലേക്ക് എത്താൻ വളരെ എളുപ്പമാണ്. സോൾ പ്രൊപ്പറേറ്ററുടെ അത്ര സീക്രസി ആർക്കും ഇല്ല. പാർട്ട്ണർഷിപ്പ് ആണെങ്കിൽ ഒരു പരിധി വരെ ഉണ്ടാവും. ജോയിന്റ് ഹിന്ദു ഫാമിലി ബിസിനസ് ആണെങ്കിൽ ഒരു പരിധി വരെ സീക്രസി ഉണ്ടാവും. പക്ഷേ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ അത്ര പോലും സീക്രസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റില്ല. അതാണ് അടുത്തൊരു ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്? എക്സസീവ് ഗവൺമെന്റ് കൺട്രോൾ. ഇറ്റ് വിൽ ഇഫക്ട് ദി സ്മൂത്ത് ഫങ്ഷനിങ്. നമ്മൾ പറഞ്ഞു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് സബ്സിഡി കിട്ടും, ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആണ്, അതേപോലെ എന്താണ് ഒരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഗവൺമെന്റ് ഭാഗത്തു നിന്ന് അല്ലെ, ടാക്സ് റേറ്റ് കുറവാണ്. ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാവും, പ്രോപ്പർ കൺട്രോൾ ഓവർ ദി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അല്ലെ. ഗവൺമെന്റ് ഭാഗത്തു നിന്ന് ഒരു ബെറ്റർ കൺട്രോൾ തന്നെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന്റെ മേലിൽ ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ അവിടെ സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ മറ്റ് ഓർഗനൈസേഷൻസ് പോലെ വളരെ ഫ്രീ ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യാൻ പലപ്പോഴും ആർക്ക് പറ്റാറില്ല, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് പറ്റാറില്ല. ഇനി ലാസ്റ്റ് വൺ, ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. കോൺഫ്ലിക്ട്സ് എമംഗ് ദി മെമ്പേഴ്സ് അഡ്വൈസ്ലി ഇഫക്ട് ദി ഓർഗനൈസേഷൻ. ആളുകൾ തമ്മിലുള്ള ആ ഒരു എന്താ പറയാ, ആ ഒരു കോൺഫ്ലിക്ട് എന്ന് പറഞ്ഞാൽ തല്ലൂട്ടം അല്ലെങ്കിൽ വഴക്ക്, അവർ തമ്മിലുള്ള ആ ഒരു വഴക്ക് ഓർഗനൈസേഷനെ എഫക്ട് ചെയ്തു എന്ന് വരും. അല്ല, ആ പിക്ചർ കാണിച്ചിരിക്കുന്നത് നോക്കൂ. 6 ഒരാൾ വായിക്കുന്നത് 6 എന്നാണ്, അടുത്ത ആൾ വായിക്കുന്നത് 9 എന്നാണ് അല്ലെ. രണ്ടുപേരും പറയണത് ശരിയാണ് അവരവരുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ. സ്വാഭാവികമായിട്ടും പല ഒപ്പീനിയൻ ഉള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ എന്ത് വരാൻ സാധ്യതയുണ്ട്, വഴക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. സോൾ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ വേറെ ആരോടും ചോദിക്കാനുള്ള വഴക്കുണ്ടാവാനുള്ള സാധ്യത തീരെയില്ല. പാർട്ട്ണർഷിപ്പിലേക്ക് കിടക്കുമ്പോൾ 2-3 പാർട്ട്നേഴ്സ് ആകുമ്പോൾ അവിടെ എന്തുണ്ടാവും, വഴക്കിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ കൂടി ഒരു പരിധി വരെയുള്ളൂ. ഇവൻ ഇവിടെ അറ്റ്ലീസ്റ്റ് 10 മെമ്പേഴ്സ് വേണം, പിന്നെ അതിൽ നിന്നാണ് കൂടുന്നത്. അപ്പൊ തീർച്ചയായിട്ടും 10 ആൾ കൂടുമ്പോൾ ഇവിടെ എന്തുണ്ടാവുക, വഴക്കിനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പൊ ഒപ്പീനിയൻ പല രീതിയിൽ അവരവർക്ക് അവരവരുടെ ഭാഗം ശരിയാണെന്ന് തോന്നാം, അതിനനുസരിച്ച് ന്യായങ്ങൾ പറയുമ്പോൾ അതൊക്കെ എന്തിനെ ബാധിക്കും, ഇറ്റ് വിൽ എഫക്ട് ദി സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പൊ അത് അഡ്വേഴ്സ് ആയിട്ട്, അതായത് അഡ്വേഴ്സ് ആയിട്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവായിട്ട്, വളരെ മോശമായ രീതിയിൽ ഓർഗനൈസേഷനെ ബാധിച്ചു എന്ന് വരാം. ഇത്രയുമാണ് ലിമിറ്റേഷൻസ് പറയുന്നത്. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നോക്കാനുള്ളത്. അപ്പോൾ അതിൽ ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് നോർമലി 6 ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് എന്ത്, കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. കൺസ്യൂമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഒരുപാടൊന്നും നമുക്കത് കാണാൻ പറ്റില്ല, എന്നാലും നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. ഫോംഡ് ബൈ കൺസ്യൂമേഴ്സ്. ആരാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണോ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത്, നമ്മളെ പോലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ കൂടി ചേർന്ന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാം. അതാണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത്. അവരാണ് ഈ സൊസൈറ്റി ഫോം ചെയ്യുന്നത്. ടു എൻഷുർ സപ്ലൈ ഓഫ് കൺസ്യൂമർ ഗുഡ്സ് ഇൻ എ ഫെയർ പ്രൈസ്. ഒരു മിനിമം വിലയിൽ ഈ നമുക്ക് ഗുഡ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടാക്കുന്നത്. പർച്ചേസസ് ഡയറക്ട്ലി ഫ്രം ഹോൾസെയിലേഴ്സ്. എന്ത് ചെയ്യുന്നു, ആ ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. ഡിസ്ട്രിബ്യൂട്ട് ടു മെമ്പേഴ്സ് ആൻഡ് ഔട്ട്സൈഡേഴ്സ്. മെമ്പേഴ്സിനും ഔട്ട്സൈഡേഴ്സിനും ഒരേപോലെ അത് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ടേക്സ് ഓൺലി എ ലിറ്റിൽ മാർജിൻ ഓഫ് പ്രോഫിറ്റ്. വളരെ ചുരുങ്ങിയ ഒരു പ്രോഫിറ്റ് മാത്രം എടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ചില ഷോപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, മാർജിൻ ഫ്രീ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാറുണ്ട് അല്ലേ. അവരെന്ത് ചെയ്യുന്നത്, ഹോൾസെയിലേഴ്സിൻ്റെ നിന്ന് ഒരുമിച്ച് ഈ സാധനം വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും റീറ്റെയിലറുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ഒന്നുകൂടെ വില കൂടും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരെ, ഏജന്റിനെയും റീറ്റെയിലറെയും എല്ലാം ഒഴിവാക്കിയിട്ട് ഹോൾസെയിലറുടെ അടുത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്ത് ആർക്ക് കൊണ്ടു കൊടുക്കുന്നു, ഇതിന്റെ മെമ്പേഴ്സിനും. പിന്നെ പുറത്തുള്ള ആളുകൾ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്കും കൊടുക്കും. മെമ്പേഴ്സിന് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി വില ചിലപ്പോൾ ആരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവും, ഔട്ട്സൈഡേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവും. വളരെ ചെറിയൊരു മാർജിൻ. കാരണം എന്താണ്, ഇവരുടെ മെയിൻ എയിം എന്താണ്, ഇറ്റ് ഈസ് നോട്ട് പ്രോഫിറ്റ് മേക്കിംഗ്, ഇറ്റ് ഈസ് ഓൺലി സർവീസ് ആണ് അല്ലെ. അപ്പൊ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഇപ്പൊ എന്തായാലും ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് എന്ത് വരും, ചെറിയ ചെലവുകൾ വരും. അപ്പൊ അത് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മാർജിൻ മാത്രം എടുത്തിട്ടാണ് ഈ പറഞ്ഞ ഇത് ചെയ്യുന്നത്. നമുക്ക് അറിയില്ല, പല സാധനങ്ങളും നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോഴേക്കും 5 ഇരട്ടിയും 6 ഇരട്ടിയും 10 ഇരട്ടിയും ഒക്കെ ആയിട്ട് ആ സാധനത്തിന്റെ വില വർദ്ധിച്ചു പോകുന്നത്. ഇപ്പോൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ മെഡിസിൻസ് ആണ്. ഈ മെഡിസിൻ ഈ മെഡിക്കൽ ഷോപ്പിലുള്ള ആളുകൾക്ക് കിട്ടുന്നത് എത്ര പെർസെൻറ്റേജ്, 60% കുറവിലാണ്. അതായത് അതിൽ MRP ടൈപ്പ് ചെയ്തിട്ടുള്ളതിന്റെ 60% to 80% വരെ കുറവിലാണ് മെഡിക്കൽ ഷോപ്പിലേക്ക് ഈ മരുന്നുകൾ എത്തുന്നത്. മെഡിക്കൽ ഷോപ്പുകാരൻ നമുക്ക് തരുന്നത് എങ്ങനെയാണ്, കറക്റ്റ് അത് എഴുതിയിട്ടുള്ള MRP വെച്ചിട്ട് അല്ലേ. സ്ഥിരമായിട്ട് വാങ്ങുന്ന ഷോപ്പുകാരനൊക്കെ ആണെങ്കിൽ ചെറിയൊരു മാർജിൻ നമുക്ക് തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അത് എന്തുകൊണ്ടാണ് ഈ 80% റിഡക്ഷൻ നമുക്ക് കിട്ടാത്തത്, എന്തുകൊണ്ടാണ്, നമ്മൾ ഹോൾസെയിലറുടെ നിന്ന് ഡയറക്റ്റ് അല്ല ഈ സാധനം എടുക്കുന്നത്, അതുകൊണ്ടാണ്. 2 രൂപയുള്ള ഒരു സാധനം നമ്മുടെ കയ്യിലേക്ക് എത്തുമ്പോൾ ചിലപ്പോൾ അത് 50 രൂപയാവുകയാണ്. അതെന്തുകൊണ്ടാണ്, ഇടയിലുള്ള ഒരുപാട് മാനുഫാക്ചറേഴ്സ്, ദെൻ ഹോൾസെയിലറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ ഏജൻസ് ഉണ്ടാവും. ഹോൾസെയിലറുടെ നിന്ന് റീറ്റെയിലറിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഇടയിൽ വീണ്ടും ഏജൻസ് ഉണ്ടാവും. ഏജൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് പ്രോഡക്റ്റിന്റെ വിലയും കൂടും. നമുക്കറിയാം, ആമസോൺ പോലെയുള്ള പല ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളും പുറത്ത് കിട്ടുന്നതിനേക്കാൾ കുറച്ചുകൂടി വില കുറവിൽ നമുക്ക് സാധനങ്ങൾ കിട്ടാൻ സഹായിക്കുന്നുണ്ട്. എങ്ങനെയാണ് അത്, അവർ പല പല ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ എന്ത് ചെയ്യുന്നു,
അവർ ജോയിൻ ചെയ്യിപ്പിക്കുന്നു ത്രൂ ദിസ് പ്ലാറ്റ്ഫോം. അല്ലാണ്ട് ആമസോണിന് സ്വന്തമായിട്ട് പ്രോഡക്റ്റ് ഒന്നുമില്ല. പല പല പ്രോഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സും മാനുഫാക്ചറേഴ്സിനെ അവരെന്ത് ചെയ്യുന്നു, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒന്നിപ്പിക്കുന്നു. ദെൻ എന്ത് ചെയ്യുന്നു, അവരുടെ കയ്യിൽ നിന്ന് അവരെയും കൺസ്യൂമറും തമ്മിൽ ഡയറക്റ്റ് മീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഏത് വഴി? ഈ ആമസോൺ വഴി. അപ്പൊ ഈ ആമസോൺ എന്ന് പറയുന്ന ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി നമുക്ക് പല മാനുഫാക്ചേഴ്സിനെയും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെയും ഒക്കെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കുന്നു. ദെൻ നമ്മൾ പ്രോഡക്റ്റ് ഓർഡർ കൊടുക്കുന്നു, അവർ ഡയറക്റ്റ് നമുക്കത് കൊറിയറായിട്ട് അയച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരുപാട് ഇടനിലക്കാരെ നമ്മൾ ഒഴിവാക്കുന്നു. ആ ഇടനിലക്കാർക്ക് കിട്ടുന്ന ആ പൈസ അല്ലെങ്കിൽ അവരുടേതായിട്ട് ഇതിലേക്ക് കയറുന്ന ആ ഒരു പ്രോഫിറ്റ് എലമെന്റ് ആണ് ഒഴിവാക്കി നമുക്ക് ഈ സാധനം കിട്ടുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ അവൈലബിൾ ആകുന്നത്. മൊബൈൽ ഫോൺസ് ഒക്കെ എടുത്താൽ നിങ്ങൾക്ക് അറിയാം, പല ആളുകളും ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് ഒക്കെ തുടങ്ങിയപ്പോൾ ആമസോണിനും ഫ്ലിപ്കാർട്ടിനും ഒക്കെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും അല്ലേ? ഈ മൊബൈലും സാധനങ്ങളും ഇപ്പോൾ പുറത്ത് കിട്ടുന്നതിനേക്കാൾ വളരെ വലിയൊരു മാർജിൻ ഡിഫറൻസ് നമുക്ക് ഈ പറഞ്ഞ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കാണാൻ പറ്റും. അതിന്റെ റീസൺ ഇതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ മാർജിൻ ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് കൺസ്യൂമേഴ്സ് എല്ലാവരും കൂടി, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി വേണമെങ്കിൽ ഇവിടെ ഒരു സൊസൈറ്റി തുടങ്ങാം. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണം, അതിന്റെ ഫോർമാലിറ്റീസ് ചെയ്യണം എന്നേ ഉള്ളൂ. എന്നിട്ട് അത് എന്ത് ചെയ്യാം, ഫോം ചെയ്യാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് സാധനങ്ങൾ ഹോൾസെയിലറുടെ അടുത്ത് വാങ്ങിച്ചു ഇവിടെ കൊണ്ടുവന്ന് വെക്കാം. ആ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാത്രം അതിലേക്ക് കൂട്ടിയിട്ടിട്ട് ആളുകൾക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ മറ്റ് പല സ്ഥലത്തും കിട്ടുന്നതിനേക്കാൾ 50-60 രൂപ കുറവിൽ നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കൺസ്യൂമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ കൂടിച്ചേർന്ന് ഉണ്ടാക്കുന്നത്. ഓൾസോ കോൾഡ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആ ഒരു ഇതും കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നും ഇതിനെ പറയുന്നുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു, ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സിന് അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണിത്. അതായത് ഈ ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സിന് വേണ്ട റോ മെറ്റീരിയൽസ് ഒക്കെ ഇവർ എത്തിച്ചു കൊടുക്കുന്നു. അതേപോലെ എക്യുപ്മെന്റ്സും സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നു. ഇനി ഈ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളുണ്ടല്ലോ, റോ മെറ്റീരിയൽ വെച്ച് ഇവർ ക്രിയേറ്റ് ചെയ്യുന്ന സാധനങ്ങൾ പുറത്ത് മാർക്കറ്റുകൾ കൊണ്ടുപോയിട്ട് വിൽക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ഈ ബാംബു പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക, കാടിനോട് ചേർന്ന് ആദിവാസി ഏരിയകളിലൊക്കെ നമുക്ക് എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്, ബാംബു കിട്ടാൻ. മുള നല്ലത് കിട്ടണമെങ്കിൽ കുറച്ച് കാടിൻ്റെ ഉള്ളിലേക്ക് കയറി പോകേണ്ടി വരും. അവിടെ നിന്ന് നമുക്ക് ആ ബാംബു കിട്ടുന്നുണ്ടാവും അല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് ഈ സാധനമൊക്കെ ഉണ്ടാക്കാൻ അറിയാം, ഈ മുള കിട്ടാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ഇപ്പൊ കുറച്ച് വീടുകൾ ഒരുമിച്ച് അവർക്ക് അതൊക്കെ ചെയ്യാൻ അറിയുന്ന കുറച്ച് ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ ഒരുമിച്ച് ചേർന്ന് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കാം. ദെൻ ഒരുമിച്ച് അവർക്കുള്ള ഈ പറഞ്ഞ റോ മെറ്റീരിയൽ കാട്ടിൽ നിന്ന് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യാം. ദെൻ ഇത് ഉണ്ടാക്കിയാൽ പോരാ, വീട്ടിൽ വെച്ചിട്ട് വിൽക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റും കണ്ടുപിടിച്ച് കൊടുക്കുന്ന അതും കൂടി ചെയ്യുന്ന തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, അതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇപ്പൊ ചെറിയൊരു തയ്യൽ യൂണിറ്റ് നമ്മുടെ അവിടെ തുറന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. അവിടേക്ക് ഇപ്പോൾ വലിയ വലിയ ഇപ്പൊ പല ഓർഗനൈസേഷൻ, നമ്മൾ റെഡിമെയ്ഡ് എന്ന് പറഞ്ഞ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ആരെങ്കിലും ഒക്കെ തയ്ച്ചതാവില്ലേ? അല്ലാണ്ട് റെഡിമെയ്ഡ് ആയിട്ട് അങ്ങനെ തന്നെ ഷർട്ടും പാൻറ്റും ഉടുപ്പും ചുരിദാറും ഒന്നും ഉണ്ടായി വരില്ലല്ലോ. ചുരിദാറാണെങ്കിലും അതേപോലെ ഷർട്ട് ആണെങ്കിലും പാൻ്റ് ആണെങ്കിലും ഒക്കെ വേറെ ആരെങ്കിലും തയ്ച്ച് നമ്മുടെ ഇവിടേക്ക് എത്തുമ്പോൾ നമ്മൾ ആ തയ്ച്ചത് വാങ്ങണേന് പറയുന്ന പേരാണ് എന്ത്, റെഡിമെയ്ഡ് ആണ്, അളവെടുത്ത് തയ്ക്കണതല്ല. അപ്പൊ അങ്ങനെ കുറച്ച് പേര് നമ്മുടെ ഏരിയയിൽ തയ്യലൊക്കെ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ കൂടി ചേർന്നിട്ട് ഒരു സൊസൈറ്റി വേണമെങ്കിൽ രൂപീകരിക്കാം. അപ്പൊ ഇത്തേ ഒരു 10, 20, 30 ആളുണ്ടെങ്കിൽ ഒരു 4 ചുരിദാറോ 5 ചുരിദാറോ തയ്ച്ചു കൊടുത്താൽ അവർക്ക് എന്ത് ഉണ്ടാവില്ല, ലാഭം ഉണ്ടാവില്ല അല്ലെ? അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യാം, പ്രൊമോട്ടേഴ്സിന് അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്ത് കഴിഞ്ഞാൽ വലിയ വലിയ കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അവരൊക്കെ ഓർഡറുകൾ എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഇതുപോലെ റെഡിമെയ്ഡ് ഗാർമെന്റ്സ് നടത്തുന്നവർക്ക് എല്ലാവർക്കും അവരവരുടെ യൂണിറ്റിൽ തന്നെ തയ്ച്ച് ചെയ്യാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, അവരുടെ ഒരു ഒരു ഇതായിട്ട് ഒരു വിങ് ആയിട്ട് നമുക്കിവിടെ വർക്ക് ചെയ്യാം. അവരെ കയ്യിൽ നിന്നൊക്കെ തുണിയും സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്ന് വെച്ച് ഈ 10-20 ആള് ഒരുമിച്ച്, അതായത് കുറെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് തയ്ക്കാൻ ആവശ്യത്തിനുണ്ടാവും, അത് തയ്ച്ചു കഴിഞ്ഞ് ഈ പറഞ്ഞ ആളുകൾക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരത് വിറ്റോളും. അതിൽ നിന്ന് കിട്ടുന്ന ഒരു ലാഭം, ഒരു ചെറിയൊരു ലാഭം ആർക്ക് എടുക്കാൻ പറ്റും, ഈ പറഞ്ഞ ആളുകൾക്ക് എടുക്കാനായിട്ട് പറ്റും. അങ്ങനെ പ്രൊഡ്യൂസേഴ്സിനെ സഹായിക്കാം. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, ആരാണ് ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടൈപ്പ് എന്താണ്, മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഫോംഡ് ബൈ ഫാമേഴ്സ്
ആർട്ടിസൻസ് ആൻഡ് സ്മോൾ പ്രൊഡ്യൂസേഴ്സ്. ഇത് ഫോം ചെയ്യുന്നത് കർഷകരില്ലേ, കർഷകര്, അതേപോലെ ആർട്ടിസൻസ് എന്ന് പറഞ്ഞാല് ഈ എന്നിട്ട് പറയാ കരകൗശല തൊഴിലാളികൾ എന്ന് പറയും. അതായത് കരകൗശല വസ്തുക്കൾ ഈ ചിരട്ട കൊണ്ടും അതേപോലെ മണ്ണുകൊണ്ടൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളില്ലേ, അങ്ങനെയുള്ളവര്, അതുപോലെ ചെറിയ ചെറിയ പ്രൊഡ്യൂസേഴ്സ്, സ്മോൾ പ്രൊഡ്യൂസേഴ്സ്, അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതായത് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ, മറ്റുള്ളവർക്ക് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഫോം ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഈ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. കളക്ട് ദി പ്രോഡക്റ്റ് ഫ്രം മെമ്പേഴ്സ്, ഗ്രേഡ് ആൻഡ് പ്രോസസ് ദി പ്രോഡക്റ്റ്, provide storage facilities, sell in the market only on favorable conditions. എന്താ പറയുന്നത്, മെമ്പേഴ്സിന്റെ കയ്യിൽ നിന്ന് ഇവർ എന്ത് ചെയ്യുന്നു, ഈ പ്രോഡക്റ്റ് കളക്ട് ചെയ്യുന്നു, എന്നിട്ട് ഈ പ്രോഡക്റ്റ് എല്ലാം തന്നെ ഗ്രേഡ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. അതായത് അതിന്റെ ഒരു വിലയും കാര്യങ്ങളൊക്കെ നോക്കി അതിനനുസരിച്ച് തരംതിരിച്ചു വെക്കുന്നു. പ്രൊവൈഡ് സ്റ്റോറേജ് ഫെസിലിറ്റീസ്, അല്ലെ, ഇത് സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു ഫെസിലിറ്റിയും കൂടി കൊടുക്കുന്നു. സെൽ ദം ഇൻ ദി മാർക്കറ്റ് ഓൺ എ ഫേവറബിൾ കണ്ടീഷൻ, ഏറ്റവും നല്ലൊരു കണ്ടീഷനിൽ, അതായത് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷനിൽ അത് മാർക്കറ്റിൽ വിൽക്കുകയും ചെയ്യുന്നുണ്ട്. പ്രൊവൈഡ് ഫിനാൻസ് ആൻഡ് റോ മെറ്റീരിയൽസ്, ഇവരും എന്ത് കൊടുക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസും അതേപോലെ റോ മെറ്റീരിയൽസും ഒക്കെ ഇത്തരത്തിലുള്ള ചെറിയ പ്രൊഡ്യൂസേഴ്സിനും ഫാമേഴ്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. ഹെൽപ്പ് ടു പ്രൊമോട്ട് ബാർഗെയിനിങ് കപ്പാസിറ്റി ഓഫ് മെമ്പേഴ്സ്, അതായത് ഒരാള് ഒറ്റയ്ക്ക് നിന്നിട്ട് ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഒരു കുറെ പച്ചക്കറി ഉണ്ടാക്കുക, ഒരു ഫാർമർ കുറെ പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ പച്ചക്കറി അയാളൊരു ചന്തയിൽ ഒരു വസ്തു കൊണ്ടുപോയി ഇട്ടിട്ട് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ആളുകൾ വില പേശി മാക്സിമം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുക, അല്ലെ. മാത്രമല്ല ഇയാൾക്ക് ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, കുറെ കഴിയുമ്പോൾ ഇയാള് സ്വാഭാവികമായിട്ടും പറയുന്ന വിലയ്ക്ക് വിറ്റ് പോകേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത്. അതേസമയം ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഈ പച്ചക്കറികളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ അവർ ചിലപ്പോൾ നമുക്ക് ഈ പച്ചക്കറിയുടെ കൃഷി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് പൈസ തന്ന് സഹായിക്കും. അതേപോലെ തന്നെ അവർ എന്ത് ചെയ്യും, നമുക്ക് വിത്തുകളും മറ്റു സാധനങ്ങളൊക്കെ തന്നു വരും. അതൊക്കെ വിതച്ച് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സാധനം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നമുക്ക് കൃഷി ചെയ്തിട്ട് ഒരു 10 കിലോ തക്കാളിയും ഒരു 5 കിലോ വെണ്ടക്കായും ഒക്കെയാണ് കിട്ടിയതെങ്കിൽ അത് അവിടെ കൊണ്ടുപോയി കൊടുക്കണം. അങ്ങനെ ഒരു 50 പേര് അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ മെമ്പേഴ്സ് ആയിട്ടുള്ളവര് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ളവർ എന്ത് ചെയ്യുന്നു, ഇതേപോലെ കൊണ്ടുപോയി കൊടുക്കുന്നു. അവരെനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കളക്ട് ചെയ്യുമ്പോൾ ഈ 10 കിലോ തക്കാളി എന്നുള്ളത് 50 കിലോ 500 കിലോ തക്കാളി ആയിട്ട് മാറും. അതെവിടെ കൊണ്ടുപോയി വിൽക്കാം, പുറത്ത് വലിയ വലിയ എന്താ പറയാ ഹോൾസെയിലേഴ്സിന് ഈ സാധനം കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ പുറത്ത് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ പൈസ ഏൺ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അതിന്റെ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. 50 പേര് ഓരോരോ ഭാഗത്തായിട്ട് തുണി വിരിച്ചിരുന്ന് ഈ സാധനം വിറ്റ് കഴിഞ്ഞാൽ ആർക്കും വ്യക്തമായ ലാഭം കിട്ടില്ല. കാരണം ഇവിടുന്ന് അല്ലെങ്കിൽ അപ്പുറത്തുനിന്ന് ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചു നമുക്ക് നാശമായി പോകുന്നുള്ള കാരണം നമ്മളത് കൊടുത്ത് ഒഴിവാക്കും ചെയ്യും. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ലാഭം അതൊന്നും കിട്ടില്ല. ഇതാവുമ്പോൾ എന്താണ്, നമുക്ക് പ്രശ്നമില്ല, ഇവിടെ കൊണ്ടുപോയി കൊടുത്താൽ മതി. വിൽപ്പന ആര് ചെയ്തോളും, ഈ പറഞ്ഞ സൊസൈറ്റി ചെയ്തോളും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന മാർജിൻ, അതിൽ നിന്ന് കിട്ടുന്ന ലാഭം ഈ പറയുന്ന മെമ്പേഴ്സിനൊക്കെ വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവരവരുടെ പ്രോഡക്റ്റിന്റെ അളവിനനുസരിച്ചിട്ട് വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് പറയുന്ന പേരാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതൊന്നും ഹ്യൂജ് സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല കേട്ടോ. നമുക്ക് സ്മോൾ സ്കെയിലിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എല്ലാം തന്നെ. ഇനി നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി നോക്കാം. ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, an association of small farmers in a village. ഒരു ഗ്രാമത്തിലെ ചെറിയ ഫാർമേഴ്സ് എന്ന് പറഞ്ഞാൽ കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ത്രൂ ജോയിന്റ് കൾട്ടിവേഷൻ, അതായത് ഓരോ കുറച്ച് സ്ഥലത്ത് കുറച്ച് ഉണ്ടാക്കുന്നതിനേക്കാളും ഒരുമിച്ച് ഇവരെല്ലാം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആണെന്നുള്ള രീതിയിൽ ഒരുമിച്ച് കൾട്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വിളവെടുപ്പ് അല്ലെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസ് ഇൻ yield പെർ ഏക്കർ ഓഫ് ലാൻഡ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ഏരിയ എന്നുള്ളത് എല്ലാവരും കൂടിയാകുമ്പോൾ എന്താണ്, ചെറിയ പാടങ്ങൾ അല്ലെങ്കിൽ ചെറിയ ഏരിയകള് വലിയ ഏക്കർ ഓഫ് ലാൻഡ്, വലിയൊരു ലാൻഡിന്റെ ഇതിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. ടു ഇൻട്രൊഡ്യൂസ് മോഡേൺ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ, മാത്രമല്ല പുതിയ രീതികൾ നമുക്ക് കൾട്ടിവേഷനിൽ കൃഷിയിൽ കൊണ്ടുവരാം.
ടു ഇൻകൽക്കേറ്റ് ദി സ്പിരിറ്റ് ഓഫ് കോപ്പറേഷൻ എമംഗ് ഫാമേഴ്സ്. മാത്രമല്ല ഈ ഫാമേഴ്സിന്റെ ഇടയിൽ ഈ ഒരു കോപ്പറേഷൻ, സഹകരണം എന്നുള്ള ആ ഒരു ഇതും കൂടെ വളർത്തിയെടുക്കാനായിട്ട് ഈ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് സാധിക്കും. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാടം അല്ലെ, ഒരു കണ്ടം കേട്ട് തിരിച്ചിട്ടാണ് ഈ പാടത്തിന്റെ ഇത് കിടക്കുന്നുണ്ടാവും. ഇടയിൽ വരമ്പും കാര്യങ്ങളൊക്കെ കണ്ടുണ്ടാവും. അത് ചിലപ്പോൾ 2-3 ഏരിയയൊക്കെയാണ് കണ്ടാണ് ഒരാളുടെ ഒക്കെ സ്വന്തമായിട്ടൊക്കെ ഉണ്ടാവുള്ളൂ. അവിടെ മാത്രമാകുമ്പോൾ എന്ത് ഉണ്ടാവില്ല, ഇവർക്ക് ഈ പറഞ്ഞ പോലെ ട്രാക്ടർ വിളിച്ചിട്ട് അതിൽ ഫുള്ള് അടിപ്പിക്കാനോ അല്ലെങ്കിൽ ഞാറ് നടാൻ ഇപ്പൊ യന്ത്രം ഉണ്ട് അല്ലെ, അത് കൊണ്ടുവരാനൊക്കെ ചെയ്യുമ്പോൾ ഈ 3 കണ്ടത്തിലേക്ക് ആവുമ്പോൾ അവർക്ക് ചിലപ്പോൾ എന്തില്ല, അതിനുള്ള അത്രയും പൈസ ഇറക്കി കഴിഞ്ഞാൽ അതിൽ നിന്ന് അത്രയും ഒരു വരുമാനം അവർക്ക് തിരിച്ചു കിട്ടണമെന്നില്ല. അപ്പൊ ആ ഒരു ഏരിയയിലുള്ള ആ പാടത്ത് മൊത്തമായിട്ട് ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഭാഗമാക്കി കഴിഞ്ഞാല്, അതിന്റെ മെമ്പേഴ്സ് ഒക്കെ ഇതിന്റെ ഭാഗമാക്കി കഴിഞ്ഞാല് ഒരുമിച്ച് ഒറ്റയടിക്ക് ഇത് ഉഴുത് മറിക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ഇറക്കി കഴിഞ്ഞാൽ വലിയൊരു ഏരിയ കവർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്താണ്, ഈ ഫാർമേഴ്സിനും അതുകൊണ്ട് എന്താണ് ഗുണമാണ് ഉണ്ടാവുള്ളൂ, വളരെ വലിയൊരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ട് വരില്ല. ഓക്കെ, അങ്ങനെ ഫാർമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ചെറിയ ഫാർമേഴ്സിന്, ഗ്രാമങ്ങളിലുള്ള ചെറിയ ഫാർമേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഫാർമേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, ഇതിന്റെ ഗുണം ഇവർക്ക് കിട്ടിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ തമ്മിൽ പരസ്പരം ഒരു സഹകരണം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും സഹായിക്കും. നിങ്ങൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നോക്കിയാൽ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് കിട്ടും. ഈ പറഞ്ഞ കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടല്ലെങ്കിൽ പോലും ഇതേപോലെ സഹകരിച്ച് കൃഷി ചെയ്യുകയും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, ഇനി അടുത്ത ടൈപ്പാണ് എന്ത്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻസ്. ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്താണ്, കടം. അപ്പൊ കടം കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. ഷോർട്ട് ടേം ഫിനാൻസ്, കുറഞ്ഞ കാലത്തേക്കുള്ള വായ്പകൾ കൊടുക്കും. ചാർജിങ് ഓൺലി എ റീസണബിൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. മറ്റുള്ള ബാങ്കുകളിലുള്ള അത്ര ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാതെ എന്ത് ഇതാക്കാൻ പറ്റും, കുറഞ്ഞ രീതിയിൽ അവർക്ക് ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ പറ്റും. ടു പ്രൊട്ടക്ട് ദി മെമ്പേഴ്സ് ഫ്രം മണി ലെൻഡേഴ്സ്. അല്ലെ, നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത് എന്താണ്, കർഷകരും മറ്റുള്ള ആളുകളൊക്കെ ഈ വലിയ വലിയ ബ്ലേഡുകാരെ അടുത്തു നിന്നൊക്കെ പോയിട്ട് സ്വർണം പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളതിലൊക്കെ ആയിട്ട് അവർ എന്ത് ചെയ്യുന്നു, പൈസ അങ്ങോട്ട് വാങ്ങി വെച്ച് പിന്നെ ചിലപ്പോൾ അതിനുള്ള ഒരു വരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വരെ പോകണമെന്ന് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിലാണ് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ കാനറ ബാങ്ക് ഈ സെക്ടർ അല്ല, എന്നാലും ഞാൻ ഒരു എക്സാമ്പിൾ പറയണമെന്നുള്ളൂ. പലപ്പോഴും കുറച്ചുകൂടെ പ്രാധാന്യം അവര് ഈ പറഞ്ഞ ഗ്രാമങ്ങളിലുള്ള കർഷകർക്കും കാര്യങ്ങൾക്കും കൊടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ഇപ്പൊ പല ബാങ്കുകളിലും നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, ഗോൾഡ് ഒക്കെ കുറഞ്ഞ റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് പണയം വെക്കാനായിട്ട് സാധിക്കും. നമുക്ക് ഇത്ര ലാൻഡ് ഉണ്ട് എന്നുള്ളത് കരമടിച്ച റെസീറ്റ് എവിടെ സബ്മിറ്റ് ചെയ്താൽ മതി, ബാങ്കിൽ സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ അത് അവർക്ക് കൃഷി ആവശ്യത്തിനാണെന്ന് പറഞ്ഞിട്ട് കുറഞ്ഞ റേറ്റിൽ എന്ത് ചെയ്യാൻ സാധിക്കും, ഗോൾഡ് പ്ലെഡ്ജ് ചെയ്യാൻ സാധിക്കും. ആ പൈസ എടുത്ത് സുഖമായിട്ട് അവർക്ക് കാര്യങ്ങൾ നടത്തി കൃഷി ചെയ്ത് അതിൽ നിന്നുള്ള ലാഭം കിട്ടുമ്പോൾ ഈ പറഞ്ഞ സാധനം തിരിച്ചെടുക്കാനും സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. അതും ഈ കുറഞ്ഞ രീതിയിലുള്ള കേട്ടോ, അല്ലാണ്ട് വളരെ വലിയൊരു ഒരു 10 കോടിയൊന്നും കടം കൊടുക്കാനായിട്ട് ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് സാധിക്കില്ല. 2 ലക്ഷം 3 ലക്ഷം ഒക്കെ കൊടുക്കാനേ മാക്സിമം അവരെ കൊണ്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അത്തരത്തിലുള്ളതാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ ടൈപ്സ് നോക്കി നോക്കൂ. ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. റൂറൽ ബാങ്ക്സ് ടു സപ്പോർട്ട് ഫാമേഴ്സ്. ഫാമേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റൂറൽ ബാങ്കുകൾ, ഗ്രാമങ്ങളിലുള്ള ചെറിയ ചെറിയ ബാങ്കുകളായിട്ട്, കോപ്പറേറ്റീവ് ബാങ്കുകളായിട്ട് കാണാം. അർബൻ ബാങ്ക്സ് ടു ഹെൽപ്പ് സ്മോൾ ട്രേഡേഴ്സ് ആൻഡ് ആർട്ടിസൻസ്. എന്താണ് പറയുന്നത്, അർബൻ ബാങ്ക്, അർബൻ എന്ന് പറഞ്ഞാൽ സിറ്റി ഏരിയയിലൊക്കെ ഉള്ള ചെറിയ ട്രേഡേഴ്സിനെയും അതേപോലെ കരകൗശല വസ്തുക്കളൊക്കെ ഉണ്ടാക്കുന്നവരെയൊക്കെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അർബൻ ബാങ്കുകൾ ഉണ്ട് ഈ പറഞ്ഞ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ. എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഫോംഡ് ബൈ ദി എംപ്ലോയീസ് ഇൻ ഗവൺമെന്റ് ഓർ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ്. ഗവൺമെന്റ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസിൽ വർക്ക് ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മ, അതാണ് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റീസ്. അവർക്ക് അപ്പോൾ അവിടുന്ന് എന്താണ് ഈ ലോണുകൾ കിട്ടാനൊക്കെ വളരെ എളുപ്പമാണ്. വേജ് ഏർണർ സൊസൈറ്റീസ് ഫോംഡ് ബൈ വർക്കേഴ്സ് ടു മീറ്റ് ദെയർ ക്രെഡിറ്റ് നീഡ്സ്. അതേപോലെ എന്താണ് വർക്കേഴ്സ്, അതായത് ഓരോ ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നവർക്കുള്ള അവർക്ക് വേണ്ട ഈ പറഞ്ഞ കടം കൊടുക്കാനും അവരുടെ ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ മീറ്റ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള വേജ് ഏർണേഴ്സ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്, ഈ ക്രെഡിറ്റ് സൊസൈറ്റീസിന്റെ കീഴിൽ വരുന്നതാണ്. റൂറൽ ബാങ്കുകളൊക്കെ നമ്മൾ കാണുന്നതാണ്. അർബൻ സൊസൈറ്റീസ് കാണാറുണ്ട്.
എംപ്ലോയി ക്രെഡിറ്റ് സൊസൈറ്റീസ്, എംപ്ലോയീസിന് ഏതെങ്കിലും ഒരു പേരുണ്ടെങ്കിൽ ആ പേര് അതിന്റെ മുന്നിൽ ഉണ്ടായിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ എന്താണ് ഗവൺമെന്റ് എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി, ഗവൺമെന്റ് എംപ്ലോയീസ് സൊസൈറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ അവർക്ക് കുറച്ച് കുറഞ്ഞ റേറ്റിൽ അവിടുന്ന് ലോൺ കിട്ടാനും ഫിക്സഡ് ഡെപ്പോസിറ്റിന് കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതൽ കിട്ടാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ സ്ഥിരം കൂലി വാങ്ങിക്കുന്ന, അതായത് ഓരോ ദിവസവും വർക്ക് ചെയ്ത് അന്നത്തെ കൂലി വാങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള സൊസൈറ്റീസ് ആണ് വേജ് ഏണേഴ്സ് സൊസൈറ്റീസ്. ഇത്തരത്തിലുള്ള പല ടൈപ്സ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ഉണ്ട്. ഇനി ലാസ്റ്റ് വൺ കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ആണ്. കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കും? വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ടു പ്രൊവൈഡ് ഹൗസിംഗ് ഫെസിലിറ്റീസ് ടു ദി മെമ്പേഴ്സ്, മെമ്പേഴ്സിന് വീടുണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഏതർ ഓണർഷിപ്പ് ഓർ റെന്റൽ ബേസിസ്, അത് സ്വന്തമായിട്ട് വീട് പണിയാനോ അല്ലെങ്കിൽ വീട് വാടകയ്ക്ക് എടുക്കാനോ ഒക്കെ സഹായിക്കും. ഹെൽപ് ടു പർച്ചേസ് ഹൗസസ് അറ്റ് ലെസ് കോസ്റ്റ്, കുറഞ്ഞ വിലയ്ക്ക് വീടുകൾ പർച്ചേസ് ചെയ്യാൻ സഹായിക്കും, വാങ്ങിക്കാൻ സഹായിക്കും. ഹെൽപ് ടു പർച്ചേസ് ഹൗസസ് ഓൺ ഈസി ഇൻസ്റ്റാൾമെന്റ്സ്, അത് എന്ത് ചെയ്യുന്നു? ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട്, അതായത് ഈ വീട് വാങ്ങുമ്പോൾ ഒറ്റയടിക്ക് സൊസൈറ്റി പൈസ കൊടുത്തോളും, ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് തിരിച്ച് അടച്ചാൽ മതി. ഇതാണ് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി ഹൗസിംഗ് സൊസൈറ്റീസ് തന്നെ പലതരത്തിലുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഒന്ന് ലാൻഡ് സൊസൈറ്റീസ്. എന്താണത്? അക്വയർ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് അമംഗ് മെമ്പേഴ്സ് ആസ് സ്മോൾ പ്ലോട്ട്സ് അറ്റ് റീസണബിൾ പ്രൈസ് ടു ബി പെയ്ഡ് ഇൻ ലംസം ഓർ ഇൻസ്റ്റാൾമെന്റ്സ്. എന്താ പറയുന്നത്? വലിയൊരു ഏരിയ ഈ സൊസൈറ്റി ഒരുമിച്ച് വാങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഏരിയനെ ചെറിയ ചെറിയ പ്ലോട്ടുകളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 1 ഏക്കറോ 2 ഏക്കറോ സ്ഥലം വാങ്ങിക്കും. അങ്ങനെ 2 ഏക്കറൊക്കെ എടുക്കുമ്പോൾ വളരെ ചുരുങ്ങിയ കോസ്റ്റിൽ അവർക്ക് അത് ഏൺ ചെയ്യാനായിട്ട് പറ്റും. എന്നിട്ട് അതിന് 7 സെന്റ്, 5 സെന്റ്, 8 സെന്റ്, 10 സെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത്. ഓരോ മെമ്പേഴ്സിന്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാം? ആ സ്ഥലം വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോ സ്ഥലം വാങ്ങിക്കണത് തന്നെ എന്ത് ചെയ്യാം? കുറേശ്ശെ കുറേശ്ശെ എമൗണ്ട് ഈ സൊസൈറ്റിയിലേക്ക് അടച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഈ സ്ഥലം ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള സൊസൈറ്റീസ് ആണ് ലാൻഡ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് സൊസൈറ്റി എന്താണ്? ഹൗസിംഗ് ഫിനാൻസ് സൊസൈറ്റീസ്. സെല്ലിംഗ് പ്ലോട്ട്സ് ടു ദി മെമ്പേഴ്സ് ആൻഡ് അഡ്വാൻസ് മണി ഫോർ ദി കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസസ്. അവരെന്ത് ചെയ്യുന്നു? മെമ്പേഴ്സിന് സ്ഥലം വിൽക്കും ചെയ്യും, അതുപോലെ തന്നെ വീട് പണിയാനുള്ള പൈസ അഡ്വാൻസ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യും. പതുക്കെ പതുക്കെ ഇയാൾക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് അത് തിരിച്ചടച്ചാൽ മതി. അതാണ് ഹൗസിംഗ് ഫിനാൻസ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. വീട് പണിയാനുള്ള പണം കൊടുത്ത് സഹായിക്കുന്ന തരം സൊസൈറ്റീസ്. ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസ്. ഇവരെന്ത് ചെയ്യുന്നു? അക്വയർ ലാൻഡ്, കൺസ്ട്രക്ടിങ് ലാർജ് നമ്പർ ഓഫ് ഹൗസസ്, കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഇസ് ലോവർ, അതായത് കുറേ വീടുകൾ ഒരേ സമയം ഉണ്ടാക്കുമ്പോൾ കൺസ്ട്രക്ഷൻ പ്രൈസ് കുറവായിരിക്കും. സെൽസ് ദം ടു ഇറ്റ്സ് മെമ്പേഴ്സ് ഓൺ എ റീസണബിൾ പ്രൈസ്. ഇവര് സ്ഥലം വാങ്ങിക്കുകയും ചെയ്യും, അവിടെ ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് തിരിച്ച് വില്ലകൾ പോലെ ഒരു വീടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ആ വീടുകൾ അതിന്റെ മെമ്പേഴ്സിന് വിൽക്കുകയും ചെയ്യും. ഒരുമിച്ച് വീടുണ്ടാക്കുമ്പോൾ സാധനങ്ങളൊക്കെ ബൾക്കായിട്ട് വാങ്ങുമ്പോൾ അതിന്റെ ലാഭം അവർക്ക് എന്തായാലും കിട്ടും. അപ്പൊ അത് വെച്ച് കോസ്റ്റ് വളരെ കുറച്ചിട്ട് വീടുണ്ടാക്കാനായിട്ട് സാധിക്കും അല്ലേ? എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ വീടുകൾ ഒരു റീസണബിൾ പ്രൈസിൽ അതിന്റെ മെമ്പേഴ്സിന് കൊടുക്കും. ആ മെമ്പേഴ്സ് പതിയെ പതിയെ ഇൻസ്റ്റാൾമെന്റ്സ് ആയിട്ട് ഈ പൈസ തിരിച്ചടച്ചത് വിട്ടുകയാണ് ചെയ്യുന്നത്. ആണ് ഹൗസ് ബിൽഡിംഗ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ടെനൻസി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഈ ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വീട് വാടകയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടെനൻസി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം തന്നെ റെന്റ് എന്നാണ് കേട്ടോ, വാടക എന്നാണ് അർത്ഥം. അപ്പൊ ടെനൻസി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാല് അവര് വീട് അവരുടേതായിട്ട് വാങ്ങിക്കുകയും സൊസൈറ്റിയുടെ ഭാഗമായിട്ട് വാങ്ങിക്കുകയും ഉണ്ടാക്കുകയും ചെയ്യും. അതിനുശേഷം ആ വീട് എന്ത് ചെയ്യും? അത് വാടകയ്ക്ക് അതിന്റെ മെമ്പേഴ്സിന് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ടെനൻസി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുന്നത്. ഈ 4 ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്, ഹൗസിംഗ് സൊസൈറ്റീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ 6 ടൈപ്പ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുള്ളത്. ഒക്കെ ഓരോ ചെറിയ ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളൊന്ന് മനസ്സിരുത്തി കാണുക, കേൾക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. താങ്ക് യു.